ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാവിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് ചൈന ഗ്രാസോ അഗർ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോക്കനട്ട് മിൽക്ക് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിരകിയ തേങ്ങ ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് 2 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങയുടെ ആ ഒരു ബ്രൗൺ പോർഷൻസ് വരാത്ത രീതിക്ക് വേണം തേങ്ങയൊന്ന് ചിരകി എടുക്കാനായിട്ട്. തേങ്ങയുടെ ആ ഒരു വെള്ള ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ബ്രൗൺ പോർഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറും കൂടെ തേങ്ങാപ്പാലിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൗൺ പോർഷൻ വരാത്ത രീതിക്ക് ഇതുപോലെ വൈറ്റ് കളർ മാത്രം ഒന്ന് ചിരകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ മൊത്തത്തിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒരു 5 സെക്കൻഡ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഇളം ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഈ തേങ്ങാക്കൊത്തിന്ന് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒട്ടും തന്നെ തേങ്ങാക്കൊത്തൊന്നും വരാത്ത രീതിക്ക് വേണം നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തേങ്ങാക്കൊത്ത് വീണ്ടും മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ 2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് 2 പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണിത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള രീതിക്ക് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു ബൗളിലേക്ക് 4 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പാല് പോലെ ഒന്ന് ആയിക്കിട്ടും. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, സ്റ്റൗ ഓഫ് ആക്കിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായി പോകും. നമുക്ക് കോൺഫ്ലോർ നല്ലതുപോലെ വെന്ത് വരില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 3-4 മിനിറ്റ് ഒക്കെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഒരു 5 മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് തിക്കായി തുടങ്ങും. ഇതുപോലെ നന്നായിട്ട് തിക്കായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റായി ഈ ഒരു തേങ്ങാപ്പാലൊക്കെ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിക്കായി നല്ലതുപോലെ തിള വന്ന് തുടങ്ങുന്നവരേക്കും നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. തേങ്ങാപ്പാലൊന്ന് തിക്കായി
തിള വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് ഇതുപോലെ നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഈ ഒരു പരുവത്തിലൊന്ന് ആയി വരും. ഈ ഒരു പരുവം വരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ കിട്ടേണ്ടത്. ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എപ്പോഴും പുഡിംഗ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ ഒരു പാത്രം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പുഡിംഗ് തയ്യാറാക്കി തുടങ്ങാനായിട്ട്. നമ്മൾ പുഡിംഗ് തയ്യാറാക്കിയതിന് ശേഷമാണ് പാത്രം സെറ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ പുഡിംഗ് പെട്ടെന്ന് തന്നെ തിക്കായി പോകും. നമുക്ക് പിന്നെ പാത്രത്തിൽ ഒഴിച്ച് ആ ഒരു ഷേപ്പിലൊന്നും ആക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുഡിങ്ങും ഹൽവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. ഇനി ഒരു ബൗളിലൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് 1 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിതൊന്ന് തണുപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ പുഡിംഗ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ നിന്നൊക്കെ താനെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബൗള് ഇതിലേക്കൊന്ന് കമഴ്ത്തി ഒന്ന് പുഡിംഗ് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വായിൽ അലിയുന്ന രുചിയിലുള്ള നല്ല അടിപൊളി കോക്കനട്ട് മിൽക്ക് പുഡിംഗ്. അപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോ സൈസിലോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ എത്ര തേങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന കോൺഫ്ലോറിൻ്റെ അളവും കൂട്ടി കൊടുക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ എങ്കിൽ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറും കുറയ്ക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.